എല്ലാവർക്കും ട്രാപ്റ്റഡ് മല്ലുവിൻ്റെ ഡെയിലി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് തീയതി 10 മാർച്ച് 2023. ഇന്ന് നിരവധി സുഹൃത്തുക്കൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും, ഫിബൊനാച്ചി യൂസ് ചെയ്യേണ്ട 50% റൂൾ, 38% റൂൾ, അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ അതിനെപ്പറ്റി ഒരു ഷോർട്സ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. ബട്ട് അതിൻ്റെ SL ഹിറ്റായി. ഓക്കെ, മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം, ഒരു സ്ട്രാറ്റജി, ഒരു സെറ്റപ്പ്, ഒരു ലോജിക്ക്, അത് 100% ഒരിക്കലും വർക്കാകില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. മാർക്കറ്റിൽ ട്രാപ്പ് ചെയ്ത് മാത്രമാണ് മാർക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അവിടെ മാർക്കറ്റിൽ ഒരു വട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലേക്ക് ചാടി കയറാൻ ഒരു റീറ്റെയിലറിനെ സഹായിക്കുകയേ ചെയ്യുള്ളൂ. ഓക്കെ, ബാക്കി 9 വട്ടമോ 8 വട്ടമോ ഒന്നും മാർക്കറ്റിൽ ചാടി കയറുന്ന റീറ്റെയിലറിനെ ഉരുട്ടി താഴ്ത്തിട്ട് ടയർ കയറ്റുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലോട്ട് ചാടി കയറിയ ഇന്ന് ചില സെല്ലേഴ്സിന്, അത് ഇന്നലെ തൊട്ടുള്ള ചില സെല്ലേഴ്സിന് ഒരു ലെക്കെന്ന രീതിയിൽ മാർക്കറ്റ് ഒരു ഫേവറബിളായിട്ട് ഒരു വട്ടം മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് പോയെന്ന് വെച്ചു. ഓക്കെ, ഇനി അടുത്ത എല്ലാ പ്രാവശ്യവും മാർക്കറ്റ് ഇതേപോലെ സെറ്റപ്പ് വരുമ്പോൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള എം പാറ്റേൺ, ഹെഡ് ആൻഡ് ഷോൾഡർ, എം പാറ്റേൺ, അല്ലെങ്കിൽ ഈ പോൾ ആൻഡ് ഫ്ലാഗ്, ഇതെല്ലാം കണ്ട് ചാടിക്കയറുന്നു. അതായത് ഇവിടെ ഒരു എം പാറ്റേൺ ക്ലിയർ, എം പാറ്റേൺ പ്ലസ് ബെയറിഷ് ഒരു പോൾ ആൻഡ് ഫ്ലാഗ്, അതിനകത്ത് നിറയെ സെല്ലേഴ്സ് ഓവർ സെൽഡ് വന്നിട്ടുണ്ട്. അവർക്ക് ഗ്യാപ് ഡൗണും കൊടുത്തു, നല്ല പ്രോഫിറ്റിലാണ് അവരെല്ലാം. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ ഒരു മാർക്കറ്റിൽ ഒരു സെൻറ്റിമെൻറ്റ്സും നെഗറ്റീവായിട്ടില്ലാത്ത ഈ സമയത്ത് മാർക്കറ്റിൽ അമേരിക്കയിൽ ജോബ്ലെസ് ഡേറ്റ വന്നു, എന്താ പറയുക, ന്യൂസ് എല്ലാം വരത്തില്ലേ. ഈ ന്യൂസ് എല്ലാം ഏറ്റവും അവസാനം വരുന്ന ആരുടെ അടുത്താണ്? റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത്. റീറ്റെയിലേഴ്സിൻ്റെ സോഴ്സ് എന്താണ്? ഏതെങ്കിലും ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ന്യൂസ് ചാനൽസ് വഴി, അല്ലെങ്കിൽ ടെലിഗ്രാംസ് ഗ്രൂപ്പ് വഴി, യൂട്യൂബ് വഴി. ഇതൊക്കെ മാനിപ്പുലേറ്റ് ആയിട്ടുള്ള ആളുകൾ ഓൾറെഡി ഓപ്പറേറ്റേഴ്സ് ഈ ഒരു മൂവ്മെൻറ്റിന് വേണ്ടി ഓൾറെഡി അവരൊക്കെ എൻറ്റേഡ് ആണ് മാർക്കറ്റിനകത്ത്. ഓക്കെ, ഈ ഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ആദ്യമേ എൻറ്റേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതേപോലെ ന്യൂസ് കണ്ട് ഇവിടെ സെല്ല് ചെയ്യുമ്പോൾ, ഓക്കെ, അപ്പോൾ ഈ ഏരിയയിൽ നിറയെ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു മൊമെൻറ്റ് ഓൾറെഡി ഗ്യാപ് ഡൗൺ തന്നു. അതിനുശേഷം ഈ മാർക്കറ്റ് ഇതിൻ്റെ ഒരു 50% തന്നെയാണ് നിന്നയിച്ചത്. സോ ഈ ഏരിയ നിറയെ സെല്ലേഴ്സോ ഓവർ സെൽഡായിട്ടുള്ള സെല്ലേഴ്സ് ഇപ്പോൾ ഇന്ന് പൊസിഷൻ ക്യാരി ചെയ്ത് നിറയെ ആളുകൾ പോയിട്ടുണ്ട്. ഓക്കെ, നിറയെ കോൺട്രാക്റ്റ് വാങ്ങി നിറയെ സെല്ലേഴ്സ് ഇവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നൊരു ക്വിക്ക് മൂവ്മെൻറ്റം മുകളിലോട്ട് വരെ ട്രാപ്പ് ചെയ്ത് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ ദിവസം പ്രിപ്പറേഷൻ വീഡിയോക്ക് അനുസരിച്ച് പറയുന്നത് മാർക്കറ്റ് ഈ ലോയിൽ നിന്ന് ഈ പ്രീവിയസ് ഡേ ക്ലോസ് ചെയ്താണ്. അതിന് ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ക്വിക്കായിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിറയെ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. ബട്ട് മാർക്കറ്റിൽ ഇപ്പോഴും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നടക്കണമെന്നില്ല. അതാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആരെയും ഡിപ്പെൻഡ് ചെയ്ത് മാത്രം നിൽക്കാതെ നമ്മുടെ പ്രോപ്പർ ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കി പോകുക. ആ പ്ലാനിനനുസരിച്ച് മാത്രം വരികയാണെങ്കിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു ഫിബ് യൂസ് ചെയ്ത് ഒരു വട്ടം ഞാൻ ഫിബ് യൂസ് ചെയ്ത് കാണിക്കാം. ഓക്കെ, മാർക്കറ്റിൽ ഈ ഒരു മൊമെൻറ്റം കണ്ടു, ഈ ഒരു മൂവ്മെൻറ്റ് തന്നു. അതിനുശേഷം ഈ ഒരു ലോയിനെ ഞാൻ കണക്ട് ചെയ്തു. മാർക്കറ്റ് എക്സാക്റ്റ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഒരു സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് കൂടി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് ക്ലിയർ ആവും. ഗ്യാപ് ഡൗണിന് ശേഷം കണ്ടിന്യൂ നല്ല സെല്ലിംഗ് ആയിരുന്നു. എക്സാക്റ്റ് റീടെസ്റ്റ് ചെയ്തു. ഈ റീടെസ്റ്റ് ചെയ്ത സോൺ ഒന്ന് നമുക്കൊന്ന് വാലിഡിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഈ സോണിൻ്റെ 41,600 എന്നുള്ള ഈ റേഞ്ച് എങ്ങനെ മാർക്കറ്റിൽ വർക്കായിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു. ഓക്കെ, അതിന് മുന്നേ എക്സാക്റ്റ് ഇത് കണ്ടോ, മാർക്കറ്റ് ഇവിടുന്ന് ക്വിക്കായിട്ടാണ് മുകളിലോട്ട് പോയത്. ഓക്കെ, നല്ല രീതിയിൽ മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിന് മുന്നേ മാർക്കറ്റ് ഈ ഏരിയയിൽ നിറയെ വട്ടം റെസിസ്റ്റൻസ് എടുത്ത് വന്നു. പിന്നെ ഒരു ഗ്യാപ്പ് അപ്പ് തന്ന് എക്സാക്റ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് ക്വിക്കായിട്ട് പോകും. അപ്പോൾ ഈ ഏരിയ നല്ല ഒരു സോണാണ്. അത് കുറച്ചും കൂടി ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ, ഈ ഏരിയയിൽ ഒരു ക്ലോസിംഗ് ഉണ്ട്. സപ്പോർട്ട്സ് ഇവിടെ ഒരു ക്ലോസിങ്. ഓക്കെ, അതിന് മുന്നേ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിരവധിയായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാണാൻ പറ്റും. സോ ഈ ഏരിയയിൽ എല്ലാ റീറ്റെയിലേഴ്സും ഈ ഏരിയയിൽ മാർക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, ഈ 41,600 എന്നുള്ള ഈ സോണിനെ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ലൈനൊക്കെ വരച്ച് കാത്തിരിക്കുകയാണ് ഇതൊന്നും ബ്രേക്ക് ചെയ്താൽ ഇതിന് താഴെ ഷോട്ട് ചെയ്യാൻ. ഓക്കെ, എക്സാക്റ്റ് മാർക്കറ്റ് ഇവിടെ വന്ന് ഇത്രയും വലിയ ക്യാൻഡിൽസ് കൊണ്ട് ഷോർട്ട് ചെയ്തു. ഞാൻ എപ്പോഴും പറയാറ്, മാർക്കറ്റ് അതിനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ എക്സാക്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ട് ചെയ്ത് റെസിസ്റ്റൻസ് അറ്റാക്ക് ചെയ്യും. അവിടുന്ന്
എക്സാക്റ്റ് റെസിസ്റ്റൻസ് വന്ന് റെസിസ്റ്റൻസ് എടുക്കരുത്. അതിന് മുന്നേ അത് ഈ ഏരിയയിൽ നിന്ന് തന്നെ ഇവിടുന്ന് കണ്ടിന്യൂ താഴത്തിങ്ങനെ പോകണമായിരുന്നു. കണ്ടിന്യൂ ഇങ്ങനത്തെ ഇത്രയും വലിയ ക്യാൻഡിൽസ് ഉണ്ടാക്കി തന്നെ മാർക്കറ്റ് പോകണമെന്ന്. പക്ഷേ ഈ വന്ന ക്യാൻഡിൽസിൻ്റെ വലിപ്പം കണ്ടോ, ചെറിയ ക്യാൻഡിൽസ്. സോ ഇവിടെ നിന്നൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞതും ഒരു ഫിബ് യൂസ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്ന്. ഫിബ് ഈ ഹൈ ടു ഈ ലോ മാർക്ക് ചെയ്തു. മാർക്കറ്റ് ഇന്ന് എക്സാക്റ്റ് ചെയ്തത് കണ്ടു. എല്ലാവരും ചെയ്യുന്നത്, റീറ്റെയിലേഴ്സ് ചെയ്യുന്നത് എക്സാക്റ്റ് ഇത് 20% ആണ്. ഇത് 23%, ഇത് 38%. ഓക്കെ, അപ്പം മാർക്കറ്റ് എക്സാക്റ്റ് ഈ ഏരിയയിൽ വന്നു. ഇവിടുന്ന് റിവേഴ്സ് 23-ൽ സെല്ലിങ് പോലെ കാണിച്ചു, മുകളിലോട്ട് പോയി. എക്സാക്റ്റ് 38%-ൽ വന്ന് നമുക്കിവിടുന്ന് എങ്ങനെ ട്രെൻഡ് കണ്ടിന്യൂറ്റി അറിയാൻ പറ്റും? ഒരു വട്ടം 38% അല്ലെങ്കിൽ ഒരു വട്ടം 23% വന്നാൽ അത് ഈ വന്ന ബയേഴ്സിനെ അബ്സോർബ് ചെയ്യണം തിരിച്ച്. അത്രയും അല്ലെങ്കിൽ എന്നിട്ട് ഒരു 50% അത് ഈ റേഞ്ചിൽ വന്ന് കുറച്ച് നേരം ടൈം പാസ് ചെയ്ത് പിന്നെയും മുകളിലോട്ട് പോകുന്ന പോലെ കാണിച്ച് പിന്നെയും താഴത്ത് വന്നു, പിന്നെയും മുകളിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് താഴത്തോട്ട് ഷോട്ട് ചെയ്യാം. ഇത് അധികം നേരം ടൈം പാസ് ഇവിടെ ചെയ്തില്ല. വന്നു 38%-ൽ വന്ന് ചെറുതായിട്ട് ഈ ഏരിയ തന്നെ നിന്നു. ഈ വന്ന ബയേഴ്സിൻ്റെ 50 ഈ ഏരിയയിൽ വന്ന് ടൈം പാസ് ചെയ്തില്ലായിരുന്നു. സോ ഇതെനിക്കൊരു കൺഫർമേഷനായി. അതിനൊപ്പം തന്നെ ഈ വലിയൊരു 4600 എന്നുള്ള ഈ റേഞ്ചിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വന്ന സെല്ലേഴ്സിൻ്റെ വീക്ക്നെസ് അതെനിക്ക് കുറച്ചും കൂടി മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. അതിനനുസരിച്ചാണ് ഞാനിവിടെ 50%-ൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിരുന്നു, മാർക്കറ്റ് അരമണിക്കൂറിന് മേലെ ഇത് കണ്ടത് 50% ആണ്. ഇത് മാർക്കറ്റ് ഇവിടെ വന്നു ഈ ഏരിയ തന്നെ റെസിസ്റ്റൻസ്. ബട്ട് ഞാൻ എൻ്റെ ഒരു എൻട്രി ഒരല്പം ഇയർലി എൻട്രി ആയിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഞാനൊരു ട്രെൻഡ് ലൈൻ കൂടെ കണ്ടിരുന്നു. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ ആയി. ഓക്കെ, അത് കണ്ടു, ഓക്കെ. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു വലിയൊരു ക്വിക്കായിട്ട് മൂവ് വന്നപ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഇതായിരുന്നു. പക്ഷേ ബട്ട് അതിനുശേഷം എക്സാക്റ്റ് 50% റെസിസ്റ്റൻസ്. അതിനുശേഷം എൻ്റെ SL ഹിറ്റ് ഞാൻ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു ഒരു പുൾ ബാക്ക് തരാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇങ്ങനെ കണ്ടിന്യൂ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന്. ബട്ട് എൻ്റെ എൻട്രി ഒരല്പം നീണ്ടുപോയി. ഇപ്പം ഇപ്പം ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ എൻ്റെ SL ഹിറ്റായത് മാർക്കറ്റിൽ എല്ലായ്പ്പോഴും നമ്മുടെ സെറ്റപ്പ് വർക്കാണെന്നില്ല. ബട്ട് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ചാൻസ് കൂടുതലാണ്, വിന്നിങ് ചാൻസ്. ബിക്കോസ് ഈ ഏരിയയിൽ 50%-ൽ കണ്ടു നിറയെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് മാർക്കറ്റ് വന്നത്. അപ്പോൾ ഈ ഏരിയയിൽ ഞാൻ എൻ്റെ SL ഹിറ്റായി. ബട്ട് എൻ്റെ ഈ SL ഹിറ്റായെന്ന് പറഞ്ഞ് എനിക്ക് ഈ ഒരു സെറ്റപ്പിനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് മാർക്കറ്റിൽ ഈ ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഞാൻ ഇന്നിട്ടത്. ഇന്ന് എൻ്റെ ഈ SL ഹിറ്റായെന്ന് വെച്ച് എൻ്റെ ഇതിന് മുന്നേ ഈ ഒരു സെറ്റപ്പ് വെച്ച് നിരവധി വട്ടം ഞാനിത് ട്രേഡ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ ഇവിടുന്ന് നല്ലൊരു രീതിയിൽ മുകളിലോട്ട് പോകേണ്ടതാണ്. ബട്ട് ഇന്ന് മാർക്കറ്റിൽ സെല്ലിങ് പ്രഷറായിരുന്നു. ഓക്കെ, റീറ്റെയിലേഴ്സിൻ്റെ സെല്ലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നിറയുള്ളത് കൊണ്ട് ഈ ഏരിയയിലുള്ള സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യാനായിട്ട് മാർക്കറ്റ് എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്. ഓക്കെ, ഓപ്പറേറ്റേഴ്സിൻ്റെ പ്ലാനിങ് ഓൾറെഡി ഈ ഏരിയയിൽ ഉണ്ട്. സോ മാർക്കറ്റിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മൺഡേയിൽ ഇവരെ റിമൂവ് ചെയ്യാൻ, വരുന്ന ദിവസങ്ങളിൽ, ഞാൻ പറയുന്നത് മൺഡേ തന്നെ ആണോന്നില്ല, വരുന്ന ദിവസങ്ങളിൽ ഇവരെ റിമൂവ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഇത്രയും ക്ലിയർ പാറ്റേൺ കൊണ്ടുവന്നു. ഞാൻ കാണിച്ചു തരാം, കണ്ടോ, ഇവിടുന്നായിരുന്നു മൂവ് പോയത്. ഒരു പാറ്റേൺ കൊണ്ടുവന്ന് ഇത്രയും ക്വിക്കായിട്ട് ഇവർ അബ്സോർവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിനർത്ഥം ശ്രദ്ധിക്കുക, ഇതൊരു നല്ലൊരു പോയിൻ്റാണ് ഞാൻ പറയുന്നത്. ഈ വന്നൊരു മൊമെൻറ്റത്തിൻ്റെ പാറ്റേൺ ആയിക്കോട്ടെ, ബട്ട് വന്നത് ക്വിക്കായിട്ടാണ്. ഓക്കെ, ക്വിക്കായിട്ട് പോയി, ക്വിക്കായിട്ട് തന്നെ തിരിച്ചു വന്നു. സോ ഇവിടെ ബയ്യർ സ്ട്രോങ് ആണ്. അതിനൊപ്പം തന്നെ അത്രയും വന്ന ബയ്യറിനെ സെല്ലർ അബ്സോർബും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വ്യൂ നമുക്കൊരു ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. മൺഡേ ഓൾറെഡി ഇപ്പോൾ നിറയെ പാറ്റേൺ പ്ലസ് ഇവിടെ നിറയെ ഈ സോണിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്നുള്ള സെല്ലേഴ്സിന് ഇൻവൈറ്റിങ്. സോ ഇവിടുന്ന് ഒരു ട്രാപ്പിംഗ് പ്ലസ് ഒരു ട്രെൻഡ് ലൈനും പോകുന്നുണ്ടായിരുന്നു. ട്രെൻഡ് ലൈനിൻ്റെ വാലിഡിറ്റി കൂടി നമുക്ക് ചെക്ക് ചെയ്യാം, എങ്ങനെയാണ് ട്രെൻഡ് ലൈൻ വർക്കായത്. ഓക്കെ, ട്രെൻഡ് ലൈൻ സപ്പോർട്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ ഓപ്പൺ ആയി ക്വിക്കായിട്ട് ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ആയത്. അതിനുശേഷം ക്വിക്കായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ഓക്കെ, സോ ഈ
ഈ ഒരു സോണിനെ റെസ്പെക്റ്റ് ചെയ്ത് താഴത്താണ് നിൽക്കുന്നത്. സോ ഇവിടെ റിമൂവിങ്ങിന് ചാൻസ് ഉണ്ട്. ഈ വന്ന ബയേഴ്സിന് തുല്യമായിട്ടുള്ള സെല്ലേഴ്സും വന്നിട്ടുണ്ട്. സെല്ലേഴ്സ് വന്നതിന് കാരണം ഇവിടെ നിറയെ ചാർട്ട് പാറ്റേൺ വെച്ചാണ് വന്നേക്കുന്നത്. ഓൾറെഡി ഈ ഏരിയയിൽ ഇൻട്രാഡേയിലും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബേറിഷ് പോൾ ആൻഡ് ഫ്ലാഗ് ഉണ്ടായിരുന്നു. സോ നിറയെ സെല്ലേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അവരെ റിമൂവ് ചെയ്യണം മാർക്കറ്റ്. ഓക്കെ, അത് ഞാൻ പറയുന്നതനുസരിച്ച് ഇന്ന് ഞാൻ പറഞ്ഞു, ട്രാക്ടറുടെ മല്ലു പറഞ്ഞു നാളെ മൺഡേ ഇവരെ റിമൂവ് ചെയ്യും, നേരെ ബൈ ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് ഒരു ദിവസം ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ, എൻ്റെ പ്ലാനിനനുസരിച്ച് എൻ്റെ ട്രേഡ് ചെയ്യാനെടുത്തു. ഞാൻ അതിൻ്റെ കറക്റ്റ് റിസ്ക് റിവാർഡ് എടുത്തു. ഓക്കെ, ഞാൻ എക്സിറ്റായി. അതുകൊണ്ട് എൻ്റെ ക്യാപിറ്റൽ സേവ് ചെയ്യാൻ എനിക്ക് പറ്റി. ഓക്കെ, ഞാൻ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യണം. കഴിഞ്ഞ 4 ദിവസം എനിക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് ഞാൻ നിന്ന് ചെന്നത്. ഓക്കെ, ഡെയിലി എല്ലാ ദിവസവും ടാർഗറ്റ് ഹിറ്റ് ആവുന്നുണ്ട്. പക്ഷേ 4 ദിവസം ടാർഗറ്റ് ഹിറ്റായി, 5-ാം ദിവസം ടാർഗറ്റ് ഹിറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ നമ്മുടെ ലോജിക്കിനനുസരിച്ച് ട്രേഡ് എടുത്തു, ബട്ട് എസലേറ്റായി, പ്രശ്നമില്ല. നമ്മൾ ചുപ്ചാപ്പിരിക്കൽ, മിണ്ടാതിരിക്കുക, സ്ക്രീൻ ഓഫ് ചെയ്യുക, വെച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ അവിടെ അധികം നേരെ നിന്ന് സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരുന്നാൽ തന്നെ ഇനി ഇങ്ങനെ ഉണ്ടാകാൻ, ഇവിടുന്ന് ഇനി ഇങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇവിടുന്ന് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വരും. സോ അത് നമ്മളെ പിന്നെ ഇറിറ്റേറ്റ് ചെയ്യും, നമ്മളെ ഓവർ ട്രേഡിങ് ചെയ്യാൻ പ്രേരിപ്പിക്കും. ഏറ്റവും ബെസ്റ്റ് നമുക്കൊരു SL ഹിറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ അനങ്ങാതെ സിസ്റ്റം ഓഫ് ചെയ്യുക. ഫോണാണ് യൂസ് ചെയ്യണത്, ഫോൺ ഓഫ് ചെയ്യുക, ലാപ്ടോപ്പ് അടച്ചു വെക്കുക, വേറെ എന്തെങ്കിലും പരിപാടിയിൽ എൻഗേജ് ആകുക. ഓക്കെ, അതിനെ തന്നെ നോക്കിയിരുന്ന് നമുക്ക് പിന്നെയും ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് വരും. നമുക്ക് ഇനി ചെയ്യുക, ഇനി പ്രോഫിറ്റ് ആവും. പിന്നെ ഈ BTSTക്കാരോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, BTST പോലെയുള്ള ട്രേഡ്സ്, ഇതേപോലെ ഈ 400 പോയിന്റ് 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ലോട്ടിൽ 8,000-10,000 രൂപ നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, ഒരു ഇൻ്റർമണിയൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ക്വിക്കായിട്ട് ഡിക്കേ ആയിപ്പോവും. ഓക്കെ, അപ്പോൾ ഔട്ട് ഓഫ് ദ മണി എടുക്കുന്നവർ കാര്യം പറയണ്ട. സോ ഹ്യൂജ് ക്വാണ്ടിറ്റി ഒന്നും BTST ഒന്നും ഒരിക്കലും ക്യാരി ചെയ്യാതിരിക്കുക. ഡേ ട്രേഡിങ് മാത്രമായിട്ട് ചെയ്യുക. ഇൻട്രാഡേയിൽ നല്ലൊരു ട്രാപ്പിംഗ് കണ്ട് മാത്രം മാർക്കറ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീക്കെൻഡിൽ എനിക്കൊരു സമയം കിട്ടുവാണെങ്കിൽ ഫിബൊനാച്ചിനെ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോൺസ് മാർക്ക് ചെയ്യുന്നത്, അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കാം. ഫിബൊനാച്ചിനെ കുറിച്ച് ആർക്കെങ്കിലും വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രോ മാർക്കറ്റിൽ സോൺസ് എങ്ങനെ മാർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ് സോൺസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം ഈ കമൻറ്റ് ബോക്സിൽ വേണമെന്ന് വേണ്ടി, അതായത് ഞങ്ങൾക്ക് ഇത് ആഗ്രഹമുണ്ട്, ഫിബൊനാച്ചി വേണം, അല്ലെങ്കിൽ ഇത് വേണം, നിങ്ങൾ എന്താണ് ആഗ്രഹം നിങ്ങൾ പറയുക, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാം. ബട്ട് മാക്സിമം ആളുകൾ വീഡിയോ കാണുന്നതിൽ ലൈക്ക് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫുൾ യൂട്യൂബിൽ തപ്പിയാൽ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആരും പറഞ്ഞു തരത്തില്ല. ഇതിന് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി മാത്രം 15,000-25,000 രൂപ വാങ്ങുന്ന മലയാളി സുഹൃത്തുക്കളുണ്ട്. ബട്ട് അവരിൽ നിന്നും വ്യത്യസ്തനായ ഒരാളാണ് ഞാൻ. ഇതിൻ്റെ കോഴ്സ് വിറ്റ് കാശ് കൊണ്ട് ജീവിക്കേണ്ട ഒരാളല്ല. നമ്മൾ നല്ല പോലെ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡർ ആകാനായിട്ടുള്ള എല്ലാവരെയും ആക്കാനായിട്ടാണ് ഞാൻ നമ്മുടെ മല്ലു കമ്മ്യൂണിറ്റിയിലുണ്ടായ സിസ്റ്റത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ 10-ൽ കൂടുതൽ കമൻറ്റ് വരികയാണെങ്കിൽ ഞാനൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇത്രയുള്ള വീഡിയോയിൽ നന്ദി, നമസ്കാരം.